അമ്മയുടെ സംസ്കാരം ഇന്ന് നടക്കും. തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടുവളപ്പിൽ വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം. ഇന്നലെ ഉച്ചയോടെ എറണാകുളം എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. മൃതദേഹം എറണാകുളത്ത് നിന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തിച്ചു. നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു മോഹൻലാലിന്റെ അമ്മയുടെ മരണം സംഭവിക്കുന്നത്. നിരവധി കാലങ്ങളായി, ഒരുപാട് നാളുകളായി രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു അമ്മ. ഇന്നലെയാണ് മരണം സംഭവിക്കുന്നത്. നിരവധി പേരാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി. ഇന്നലെ എളമക്കരയിലെ വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ മമ്മൂട്ടി അടക്കമുള്ള നിരവധി പേർ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടെയായിരുന്നു മോഹൻലാലിൻ്റെ അമ്മയുടെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോഴും വീട്ടിലേക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? അനുശ്രീ, തീർച്ചയായിട്ടും ധാരാളമായി ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അമ്മയുടെ മുഖം അവസാനമായി ഒന്ന് കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സിനിമാ മേഖലയിലെ പ്രകാശ് വർമ്മ, സുരേഷ് കൃഷ്ണ, ജഗദീഷ്, ആന്റണി പെരുമ്പാവൂർ, ജി സുരേഷ് കുമാർ, അങ്ങനെ തുടങ്ങി നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. അതിൽ ജഗദീഷൊക്കെ രാവിലെ മുതൽ തന്നെ പുലർച്ചെ 5 മണി മുതൽ തന്നെ ഇവിടെയുണ്ട്. എല്ലാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും മറ്റുമെല്ലാം വേണ്ടി. മാത്രമല്ല, മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയാണ്. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഈ മേഖലയിലുണ്ട്. കാരണം ഒരുപാട് ആളുകൾ, സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ, മന്ത്രിമാർ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇന്നിവിടെ എത്താൻ സാധ്യതയുള്ളതിനാൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വിന്യാസം, പോലീസിന്റെ വിന്യാസമുണ്ട്. വലിയ രീതിയിലുള്ള തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു പ്രധാന മേഖലയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇന്ന് വൈകുന്നേരം ശവസംസ്കാരം നടക്കുന്ന സ്ഥലത്ത് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്ന ഇടമാണ്. അതിൽ തൊട്ടടുത്ത് കാണുന്നത് മോഹൻലാലിൻ്റെ അച്ഛനായിട്ടുള്ള വിഷ്ണുനാഥൻ നായരുടെയും സഹോദരൻ പ്യാരിലാലിൻ്റെയും ശവസംസ്കാരം നടന്ന സ്ഥലമാണ്. അതിന് തൊട്ടടുത്താണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയുടെ, ശാന്തകുമാരി അമ്മയുടെ ഭൗതികദേഹം അവസാനമായി വയ്ക്കാൻ പോകുന്നത്. അവിടെയാണ് സംസ്കാരം നടക്കാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് സംസ്കാരം നടക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെ ഇപ്പോൾ തന്നെ എത്തുന്നു. രാവിലെ പുലർച്ചെ തന്നെ അമ്മയുടെ ചെയ്തേറ്റ ശരീരത്തിനൊപ്പം നടൻ മോഹൻലാലും എല്ലാം ഇവിടെ രാവിലെ തന്നെ എത്തിയിരുന്നു. ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള ആളുകൾ ഇവിടെ പുലർച്ചെ തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ഭാഗത്താണ് ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്, സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. ഇപ്പോൾ മോഹൻലാൽ അമ്മയുടെ മൃതദേഹത്തിന് തൊട്ടരികിലുണ്ട്. മോഹൻലാലിനൊപ്പം മോഹൻലാലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെയുള്ള ആന്റണി പെരുമ്പാവൂറും ജി സുരേഷ് കുമാറും അടക്കമുള്ള ആളുകളെല്ലാം ഇവിടെ മോഹൻലാലിന് തൊട്ടരികിൽ തന്നെയുണ്ട്. വലിയ രീതിയിലുള്ള സങ്കടത്തിലാണ്. കാരണം 2026 എന്ന് പറയുന്ന വർഷത്തിലേക്ക് കടക്കുമ്പോൾ മോഹൻലാലിൻ്റെ അമ്മയും കൂടി മോഹൻലാലിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം. 2000-ലാണ് സഹോദരൻ പ്യാരിലാൽ മോഹൻലാലിനെ വിട്ടുപിരിയുന്നത്. 2007 അച്ഛനും പോകുന്നു. ഇപ്പോൾ 2025 അവസാനമാകുമ്പോൾ ഏറ്റവും തണലായി കൂടെ നിന്ന എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ടായിരുന്ന അമ്മയും മോഹൻലാലിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് മോഹൻലാൽ കടന്നു പോകുന്നത്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയ സന്തോഷം മോഹൻലാലിന് അമ്മയുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആഹ്ലാദത്തോടെ മോഹൻലാൽ പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ 14 വർഷമായി അമ്മ രോഗാതുരയായിരുന്നു. പക്ഷാഘാതം ബാധിച്ച് ചികിത്സയിലായിരുന്നു. വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു. സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പോലും മോഹൻലാലിനെ കാണുമ്പോൾ, മോഹൻലാൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കണ്ണുകളിലൂടെ, സ്പർശനത്തിലൂടെ മോഹൻലാലുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന് മോഹൻലാൽ തന്നെ നിറകണ്ണുകളോടെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ എല്ലാ കാര്യങ്ങളിലും, തൻ്റെ പഠനകാലം മുതൽ, കുഞ്ഞിലെ മുതൽ തിരുവനന്തപുരത്തെ ഈ വീട്, മോഹൻലാലിന് 3 വയസ്സുള്ളപ്പോഴാണ് ഈ വീട് നിർമ്മിക്കുന്നത്. ആ കാലഘട്ടം മുതൽ ഇവിടെ പഠനകാലം തീരുന്നതുവരെ, കോളേജ് കാലം കഴിയുന്നതുവരെ മോഹൻലാലും അമ്മയും കുടുംബവുമായി ഇവിടെയാണ് താമസിച്ചിരുന്നത്. മോഹൻലാലിന് ഏറെ വൈകാരികമായ ഓർമ്മകളുള്ള ഒരു വീടാണിത്. മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് കൂടിയാണ് ഈ തിരുവനന്തപുരം മുടമുകളിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്. ഈ വീട്ടിലാണ് ഇപ്പോൾ അവസാനമായി
അന്ത്യവിശ്രമത്തിലേക്ക് ശാന്തകുമാരി അമ്മ എത്തിയിരിക്കുന്നത്. അമ്മയുടെ മൃതദേഹം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സംസ്കരിക്കും. മോഹൻലാലിൻ്റെ ആരാധകരടക്കം വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഇപ്പോൾ രാവിലെ 6 മണി മുതൽ തന്നെ ഈ വീടിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ന് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി മോഹൻലാലിൻ്റെ എല്ലാ അഭിനയ രംഗത്തെല്ലാം താങ്കും തണലുമായി നിന്നത് അമ്മയായിരുന്നു. അമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൻ തല്ലുകൊള്ളുന്നതും സിനിമയിലാണെങ്കിൽ പോലും തല്ലുകൊള്ളുന്നതും വില്ലനായി അഭിനയിക്കുന്നതും തനിക്കിഷ്ടമില്ല എന്ന് അമ്മയുടെ വാക്കുകൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ തൻ്റെ മകൻ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറായ തൻ്റെ മകനെ അങ്ങനെ ഒന്നുമല്ല, മകനെ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആയാലും തൻ്റെ മകനാണ്. മകനെ മറ്റൊരാൾ തല്ലുന്നതോ മകനെ മറ്റൊരാൾ വേദനിപ്പിക്കുന്നതോ ഇഷ്ടമില്ലാത്ത ഒരു സ്നേഹനിധിയായ അമ്മയാണ്. ആ അമ്മയാണ് ഇപ്പോൾ മോഹൻലാലിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. 2026 അല്ലെങ്കിൽ 2025 അവസാനം എന്ന് പറയുന്നത് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായൊരു വാർത്ത തേടിയെത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോഹൻലാൽ കൊച്ചിയിൽ തന്നെയുണ്ട്. അമ്മയുടെ അസുഖം മൂർച്ഛിച്ച സാഹചര്യത്തിൽ മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു മോഹൻലാൽ. മാത്രമല്ല മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾ ജഗദീഷ്, എം ജി ശ്രീകുമാർ, പ്രിയദർശൻ തുടങ്ങിയിട്ടുള്ള ഗണേഷ് കുമാർ തുടങ്ങിയിട്ടുള്ള മോഹൻലാലിൻ്റെ ചെറുപ്പകാലം മുതൽ അഭിനയ രംഗത്തേക്ക് കയറി വരുന്ന സാഹചര്യം മുതൽ ഒപ്പം ഉണ്ടായിരുന്ന നടന്മാരെല്ലാം മോഹൻലാലിൻ്റെ അമ്മയുടെ ഈ വാത്സല്യം തിരിച്ചറിഞ്ഞവരാണ്. സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ അമ്മ സ്വന്തം മകനായ മോഹൻലാലിനെ പോലെ തന്നെ കൂട്ടുകാരെയും കണ്ടിരുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ ഓർത്തെടുത്തിരുന്നു. തിരിച്ചു വരുമ്പോൾ സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അമ്മ മധുരപലഹാരങ്ങളും എല്ലാം തങ്ങൾക്കായും കരുതി വയ്ക്കുമായിരുന്നു എന്ന് എം ജി ശ്രീകുമാർ ഇന്നലെ കൊച്ചിയിലെ വീട്ടിലെത്തിയ സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ സ്നേഹനിധിയായ അമ്മ മോഹൻലാലിന് മാത്രമല്ല, മോഹൻലാലിനൊപ്പം അഭിനയിച്ച മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾക്കും സ്നേഹനിധിയായ അമ്മ എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന അമ്മ എന്നുള്ളതാണ് അവരെ എല്ലാവരെയും ഒരുപോലെ വിഷമിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം എം ജി ശ്രീകുമാർ മോഹൻലാലിനെ വിളിച്ച സമയത്ത് പറഞ്ഞിരുന്നു അത്രേ, ശ്രീകുട്ട അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു മോഹൻലാൽ തന്നോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് അമ്മയെ കാണാൻ പോകാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വിയോഗ വാർത്ത വന്നത് എന്ന് എം ജി ശ്രീകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നതാണ്. അങ്ങനെ മോഹൻലാലുമായി അടുപ്പമുള്ള എല്ലാവർക്കും വലിയ ദുഃഖം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ അമ്മയുടെ വിയോഗ വാർത്ത എന്ന് പറയുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടെ തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടിൽ ഭർത്താവിനും മൂത്ത മകനും ഒപ്പം അന്ത്യവിശ്രമം കൊള്ളാൻ തയ്യാറെടുക്കുകയാണ് ശാന്തകുമാരി അമ്മ. ഇപ്പോൾ കഴിഞ്ഞ 14 വർഷമായി ചികിത്സയിലായിരുന്നു. പക്ഷാഘാതം സംഭവിച്ച ശേഷം അത്യാധുനിക ചികിത്സ ഉണ്ടെങ്കിൽ പോലും സംസാരിക്കാൻ ഉള്ള ഒരു ശേഷി അമ്മയ്ക്ക് നഷ്ടമായിരുന്നു. അങ്ങനെ മോഹൻലാൽ കഴിഞ്ഞ 89ാം പിറന്നാളെല്ലാം വലിയ രീതിയിൽ ആഘോഷിച്ചു. ഒരുപാട് ആളുകളെത്തി അമ്മയ്ക്ക് മധുരം നൽകി. അങ്ങനെ വലിയ രീതിയിൽ സന്തോഷമായി നടത്തിയ 89ാം പിറന്നാൾ കഴിഞ്ഞ് 2025 അവസാനിക്കുമ്പോൾ മോഹൻലാലിൻ്റെ അമ്മ മോഹൻലാലിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് അമ്മ എന്ന് പറയുന്നത് ഏറ്റവും ഒരു വലിയ നിർണായക ഒരു ശക്തി തന്നെയായിരുന്നു. കാരണം അഭിനയ ജീവിതത്തിൽ പഠനം കഴിഞ്ഞ് അഭിനയിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴെല്ലാം ഒപ്പം ഉണ്ടായിരുന്നത് ഈ അമ്മയായിരുന്നു. ആ അമ്മയാണ് ഇപ്പോൾ മോഹൻലാലിന് നഷ്ടമായിരുന്നത്. ഇപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും അമ്മയെ കാണാൻ സമയം കണ്ടെത്തിയിരുന്നു മോഹൻലാൽ. പക്ഷേ ഇനി ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അമ്മയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മോഹൻലാലിനെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്മയുടെ മൃതദേഹത്തിനരികിൽ തന്നെ മോഹൻലാൽ ഇരിക്കുന്നുണ്ട്. വലിയ സങ്കടത്തിലാണ്. കാരണം തൻ്റെ അഭിനയ ജീവിതത്തിൽ തൻ്റെ അഭിനയ കാലഘട്ടത്തിലെല്ലാം ഒപ്പമുണ്ടായിരുന്ന തൻ്റെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയ അമ്മയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. തൂവാനത്തുമ്പികളുടെ സെറ്റിൽ മോഹൻലാലിൻ്റെ അമ്മയെ കാണാൻ പോകുന്ന സമയത്തുള്ള അനുഭവങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അമ്മ സെറ്റിൽ പോകുമ്പോൾ മോഹൻലാലിൻ്റെ അഭിനയം കാണുന്നതും മോഹൻലാലിൻ്റെ അഭിനയം കഴിയുമ്പോൾ അമ്മ അത് കണ്ട് രസിക്കുന്നതുമെല്ലാം അത്തരത്തിലുള്ള അനുഭവങ്ങൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല മോഹൻലാലിൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തിയ യാത്രകൾ എല്ലാം ആ അനുഭവങ്ങളെല്ലാം പലരായി പങ്കുവയ്ക്കുന്നുണ്ട്. പലപ്പോഴായി പലയിടങ്ങളിൽ മോഹൻലാലിനെ സെറ്റുകളിലെത്തി പ്രത്യേകിച്ച് തൂവാനത്തുമ്പികളുടെ സെറ്റിൽ മോഹൻലാലിൻ്റെ അമ്മ എത്തിയതിനു ശേഷം മോഹൻലാലിൻ്റെ അഭിനയം അതിൽ വലിയ ഊർജ്ജസ്വലത ഉണ്ടായിരുന്നു എന്നൊക്കെ സംവിധായകരടക്കം പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ നിർണായകമായ ഒരു സ്വാധീനം തന്നെയായിരുന്നു മോഹൻലാലിൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സിനിമാ ജീവിതത്തിൽ അമ്മ എന്ന് പറയുന്നത്. മാത്രമല്ല മോഹൻലാലിൻ്റെ അച്ഛനും ഇവരുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജോലി ലഭിച്ചിട്ടും ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് തുടരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ മകൻ്റെ ജീവിതത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയൊരു അമ്മയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് മോഹൻലാലിന് എന്നുള്ളതാണ്.